ശ്രീജിത്ത് പണിക്ക, മണിപ്പൂരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് മറുപടിയില്ല. അതാണ് നമ്മുടെ വസന്തിൻ്റെ പരിദേവനം. ബാക്കിയെല്ലാം ഓക്കെയാണ് പൊതുവിൽ. കാരണം ആദ്യ സെഷനിലും വസന്ത് പറഞ്ഞത് എന്തുകൊണ്ട് മണിപ്പൂരിന് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് എന്ത് തരത്തിലുള്ള പ്രസംഗമാണ്, എന്ത് സെഷനാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് ഏറ്റവും പുതിയ ലോക്സഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണ്. ആ ആദ്യ സമ്മേളനത്തിനെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് രാഷ്ട്രപതി അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന് സംസാരിക്കുന്നു. രാഷ്ട്രപതി അത് സംസാരിച്ചതിന് ശേഷം അവിടെ ഒരു ഡെലിബറേഷൻ നടക്കുന്നു. അവസാനം അതിന് നന്ദി പ്രമേയം എന്ന രീതിയിലത്തേക്ക് അതിന് മറുപടി പ്രസംഗം നടത്തി പ്രധാനമന്ത്രി അത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻപ് ഇതേപോലെ തന്നെ ഓരോ തവണ സഭ സമ്മേളിക്കുന്ന സമയവും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവോ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പൊ നമ്മളിവിടെ ചോദിക്കും, രാഹുൽ ഗാന്ധി 10 വിഷയങ്ങൾ പറഞ്ഞില്ലേ, ഈ 10 വിഷയങ്ങളിൽ എത്ര എണ്ണത്തിന് നരേന്ദ്രമോദി മറുപടി പറഞ്ഞു? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസംഗം നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, രാഹുൽ ഗാന്ധിക്കുള്ള പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ അല്ല അദ്ദേഹം നൽകിയിരിക്കുന്നത്. നേരെ മറിച്ച് നയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടത്, രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടത്, തന്റെ സർക്കാരിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ പ്രസംഗം. അതായത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈനിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി നടത്തുന്ന മറുപടി പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇന്നലെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു എന്ന് പറയാം. എന്നാൽ ആ ചൂണ്ടയിൽ പ്രധാനമന്ത്രി കൊത്തിയിട്ടില്ല. ഇപ്പൊ മണിപ്പൂർ വിഷയമായിക്കോട്ടെ, നീറ്റ് വിഷയമായിക്കോട്ടെ, ഈ വിഷയമെല്ലാം തന്നെ ഈ ഒരു ഒറ്റ അവസരമല്ലല്ലോ ശ്രീ വസന്ത് അവിടെ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ളത്. അത് ഇനിയും വരും, അത് തുടർച്ചയായിട്ട് വരും. ആ സമയത്ത് എല്ലാം തന്നെ ഇത് ഉന്നയിക്കാവുന്നതാണ്, അത് അവിടെ ചർച്ച നടക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആ കാര്യത്തിൽ ഞാൻ താങ്കളോടൊപ്പമാണ്. കാരണം മണിപ്പൂർ എന്ന് പറയുന്ന പോലെ ഒരു വളരെ വലിയ വിഷയം കുറെ കാലമായിട്ട് പ്രൊലോങ്ഡ് ആയിട്ടിരിക്കുന്നു. അതിന്റെ ഉള്ളുകള്ളികൾ എന്താണ്, അതിന്റെ വസ്തുത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ആൾക്കാർ അറിയണം, ഡെലിബറേഷൻസ് ഉണ്ടാകണം. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടികൾ എന്താണ് എന്ന് പാർലമെന്റ് തന്നെ തീരുമാനിക്കുകയും വേണം. അവരെ എംപിമാരെ എല്ലാം വിശ്വാസത്തിലെടുക്കുകയും വേണം. അതേപോലെ തന്നെ ഇവിടെയുള്ള യുവാക്കളുടെ പ്രൊഫഷണൽസിന്റെ ഒക്കെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഒന്നാണ് നീറ്റ്, നെറ്റ് എക്സാമുകളൊക്കെ തന്നെ. 1 കോടി ചോദ്യപേപ്പറുകൾ അടിക്കുമ്പോൾ ഒരു സെന്ററിൽ നിന്നല്ല അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചോരാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ ഓൺലൈൻ ആക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സമാനമായിട്ടുള്ള ഡെലിബറേഷൻസ് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് രാഹുൽ ഗാന്ധി ആദ്യത്തെ പ്രസംഗത്തിൽ പറയുമ്പോൾ അതിന്റെ മറുപടി എന്ന നിലയ്ക്കല്ലാതെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് കോൺഗ്രസിനോട് ഒന്നാമത് പറയാനുള്ളത്. 2, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ സീരിയസ്നെസ് അനുസരിച്ച് അവിടെ പ്രതികരിക്കപ്പെട്ടിട്ടുമുണ്ട്. പലപ്പോഴും അത് പ്രധാനമന്ത്രി പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ അതാത് വകുപ്പിലുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പല വിഷയങ്ങൾ പറഞ്ഞു. ആ പല വിഷയങ്ങളിൽ പലതും ആ പറയുന്ന സമയത്ത് തന്നെ അത് റിബട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയാം, അഗ്നിവീർ സ്കീമാണ്. ഈ അഗ്നിവീർ സ്കീമുമായി ബന്ധപ്പെട്ട് അവിടെ ആൾക്കാർക്ക് അവരുടെ ഒരു വീരമൃത്യു ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിന് ഒരു സഹായം എന്ന നിലയിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഒരല്പം റിസർച്ച് ചെയ്തിരുന്നുവെങ്കിൽ അഗ്നിവീറായിട്ട് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായിട്ട് ഒരു അവസ്ഥ ഉണ്ടാവുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തിരുന്ന ഒരു സൈനികന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം പ്രാഥമികമായി നടത്തിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ അബദ്ധം അവിടെ പറയേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ അതിന് റിബട്ട് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രി തന്നെ എല്ലാത്തിനും പറയണമെന്നുണ്ടോ? ആ വകുപ്പിന്റെ, പ്രതിരോധ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അവിടെ പറയുന്നത് അങ്ങനെയല്ല, 1 കോടി രൂപ അവിടെ ഞങ്ങൾ സഹായമായി നൽകാറുണ്ട്. ഇന്നിപ്പോ അതിനെപ്പറ്റി ആരാണ് പറഞ്ഞിരിക്കുന്നത്? അഗ്നിവീറുകൾ, ഇത്തരത്തിലുള്ള വീരമൃത്യു വരിക്കേണ്ടി വന്ന ആൾക്കാരുടെ വീട്ടുകാർ അവർ പറഞ്ഞിരിക്കുകയാണ് 1 കോടി 8 ലക്ഷം കിട്ടി, 1 കോടി 10 ലക്ഷം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവര് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന മിനിമം റിസർച്ച് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് തെളിവായത്. അതേപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസുമായി ബന്ധപ്പെട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് നൽകുന്നില്ല, അത് ചോദിച്ച് ഇപ്പോഴും കർഷകർ നടക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് കൃഷിമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന കൃഷിമന്ത്രിയാണ് പറയുന്നത് അങ്ങനെയല്ല, 14 വിളകൾക്ക് ഞങ്ങൾ MSP ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് അത്രയും ഇല്ല, തുലവും കുറവാണ്. അപ്പൊ മറ്റു വിളകളുടെ കാര്യമാണെങ്കിൽ അത് ആ രീതിയിലത്തേക്കാണ് ചർച്ച കൊണ്ടുപോകേണ്ടത്. എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവ്, അതും കുറച്ചുകൂടി അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ് നടത്തേണ്ടുന്ന മിനിമം റിസർച്ച് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വെളിവാകുന്നത്. രാഷ്ട്രീയമായിട്ട് നമുക്ക് എന്തും പറയാം, അതിലൊന്നും പ്രശ്നമില്ല. ഇനി കോൺഗ്രസിന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ നമ്മൾ ഈ പറയുന്ന അഭയമുദ്രയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അഭയമുദ്രയുമായി കോൺഗ്രസിന്റെ ചിഹ്നത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ എന്നോ അതിൽ നിന്ന് ഇൻസ്പിറേഷനെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നോ ചരിത്രപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖയുണ്ടോ, ഒരു പുസ്തകമുണ്ടോ? അങ്ങനെ ഒന്നുമില്ല.
എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് ആ ഒരു ചിഹ്നം സ്വീകരിച്ചത് എന്നും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ജേർണലിസ്റ്റുകളൊക്കെ തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അന്ന് ഈ ആൾക്കാരെ എല്ലാം തന്നെ അറിയാവുന്ന ആൾക്കാർ, ബൂട്ടാ സിംഗിനെയും ഇന്ദിരാഗാന്ധിയെയും പിന്നെ നരസിംഹറാവുവിനെയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ പോലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 ചിഹ്നങ്ങൾ പറയുന്നു: ബൈസക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിഹ്നം, ആന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിഹ്നം, കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിഹ്നം. ഈ 3 ചിഹ്നത്തിൽ ഏത് വേണം എന്ന് ചോദിക്കുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുകയാണ്. ഇന്ദിരാഗാന്ധി കേൾക്കുന്നത് തെറ്റായിട്ട് കേൾക്കുന്നു, ശരിയായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോ നരസിംഹറാവുവിന് ഫോൺ കൊടുക്കുന്ന സമയത്ത് നരസിംഹറാവു അവിടെ പറയുകയാണ്, ഇത് ഹാത്തിയും കയ്യും അതേപോലെ സൈക്കിളുമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി തീരുമാനമെടുക്കുന്നു, കൈയാണ് ചിഹ്നം. അപ്പൊ അതിൽ അഭയമുദ്രയുടെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നതിനെ പറ്റി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സമാനമായിട്ടൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ വെറുതെ. അതായത് ഇതൊരു മതചിഹ്നം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചു എന്ന് നമ്മുടെ ഒരു നിയമനിർമ്മാണ സഭയിൽ അത് പറയുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ. BJPക്ക് വേണമെങ്കിൽ മറുപടി പ്രസംഗത്തിൽ പറയാമല്ലോ, ധനത്തിന്റെ ദേവതയായിട്ടുള്ള, ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടുള്ള പിന്നെ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെടുത്തി, മറ്റ് അനേകം ഇപ്പോൾ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട്, ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട്, മറ്റു പല ദേവതകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഇരിപ്പിടമായിട്ടും കയ്യിൽ ഇത് പിടിച്ചിട്ടും ഒക്കെ തന്നെ താമരപ്പൂവിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു മതചിഹ്നം അവിടെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഏതൊക്കെ ചിഹ്നങ്ങളെ പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം സംസാരിക്കും? ഇനി ഒരു പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പക്വത എന്ന് പറയുന്നത് ചട്ടങ്ങൾക്കനുസരിച്ച് സംസാരിക്കുക, പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും, രാഹുൽ ഗാന്ധിക്ക്. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സീസൺഡ് MP എന്ന രീതിയിലത്തേക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാൾ സഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടുവരാൻ പാടില്ല, മതചിഹ്നങ്ങൾ ഉയർത്താൻ പാടില്ല, അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല എന്ന കാര്യമെല്ലാം അറിയാമായിരുന്നിട്ടും അദ്ദേഹം ആ രീതിയിലത്തേക്ക് അത് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഹിന്ദുയിസത്തിനെ പറ്റി പറയുന്നു, ഹിന്ദുത്വയെ പറ്റി പറയുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. ഇതെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം ഹിന്ദു മതം എന്ന് പറയുന്നത് നല്ലതാണ് എന്നും, എന്നാൽ അത് അനുവർത്തിക്കുന്ന ആൾക്കാർ എല്ലായ്പ്പോഴും ഹിംസയെ പറ്റിയാണ് എന്നും പറയുന്ന സമയത്ത് പഠിക്കൽ കൊണ്ട് കലമടച്ചില്ലേ? നേരെ മറിച്ചത് BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണമായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു, ഈ മതം അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ അതിൽ ഒരബദ്ധം പറഞ്ഞിട്ട് ഈ മതം സ്വീകരിക്കുന്ന എല്ലാ ആൾക്കാരെയും എന്ന രീതിയിലത്തേക്ക്, ഇപ്പം ഞാൻ ആ മതം സ്വീകരിക്കുന്ന ആളാണ്, ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ സമയവും ബോംബ് വെക്കാൻ വേണ്ടിയിട്ട് പോകണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാരെ എല്ലാവരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ അവരെ ഹർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് പറയുക എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു തെറ്റിനെ ഓണപ്പ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു മതം എന്ന് പറയുന്നത് സവിശേഷമാണ് എന്ന അഭിപ്രായമുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള DMKയുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരുന്ന ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് തുടച്ചു മാറ്റപ്പെടേണ്ടുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്നും അത് ഡെങ്കി മലേറിയ പോലെ തന്നെ അപകടകരമായിട്ടുള്ള ഒന്നാണ് എന്നും പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചോ? ഒരു വാക്കുകൊണ്ടെങ്കിലും ഉദയനിധി സ്റ്റാലിനെയോ DMKയോ അദ്ദേഹം നോവിക്കാൻ ശ്രമിച്ചോ? DMK അത് തിരുത്തിയില്ലല്ലോ, ഉദയനിധി സ്റ്റാലിൻ അത് തിരുത്തിയില്ലല്ലോ. അവരുടെ രാമസ്വാമി നായ്ക്കർ മുതൽ ട്രഡീഷണൽ ആയിട്ട് അവർ നടത്തിയിരുന്ന ഒരു ഇടപാടാണ്. അപ്പൊ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുന്നത് ആ ശക്തിയുള്ള നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ഇതേപോലെ തന്നെ രാമസ്വാമി നായ്ക്കരുടെ കുറേയധികം ആക്ഷൻസ് അവിടെ തമിഴ്നാട്ടിൽ നടക്കുകയും ബ്രാഹ്മണ വിരുദ്ധതയും അവരെ കൊല്ലണമെന്നും ഇതേപോലെ മതത്തിനെ ഇല്ലാതെയാക്കണം എന്നുമൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്ന സമയത്ത് 1957 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ മദ്രാസ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള രാമസ്വാമി കാമരാജിന് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ മുൻപും പറഞ്ഞു ഇയാൾ നടത്തിയിരിക്കുന്ന ആന്റി ബ്രാഹ്മൺ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ചെറുക്കപ്പെടേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാമെന്നാണ്. എന്താണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇയാൾ വർദ്ധിത വീര്യത്തോടു കൂടി ഈ വിദ്വേഷ പ്രചരണം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇയാളുടെ തലയ്ക്ക് വട്ടാണോ അതോ ഇയാൾ ഒരു ക്രിമിനലാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇയാളെ അത്ര വ്യക്തിപരമായിട്ട് അറിയാത്തത് കൊണ്ട് ഇത് രണ്ടിൽ ഏതാണ് ഇയാളെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇയാളെ കൊണ്ടുപോയിട്ട് വല്ല ലൂണാറ്റിക് അസൈലത്തിലും ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ഇയാളുടെ പെർവേർട്ടഡ് മൈൻഡിനെ, ഇയാളുടെ തലതിരിഞ്ഞിരിക്കുന്ന വികടമായിട്ടുള്ള വൃത്തികെട്ട മനസ്സിനെ നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിടെ. അപ്പൊ ആ ജവഹർലാൽ നെഹ്റുവിന്റെ തലമുറ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വർദ്ധിത വീര്യം കാണിക്കേണ്ടതിന് പകരം ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞിരുന്ന സമയത്തേക്ക് വാലും ചുരുട്ടി മാളത്തിൽ കയറിയിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഇന്ന് ഹിന്ദു മതം വലുതാണ് എന്ന് പറയുന്ന സമയത്ത് ഇവരാരെയാണ് തള്ളുന്നത്, ആരെയാണ് കൊള്ളുന്നത്? അപ്പൊ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്ന തെറ്റുകളെ തിരുത്താനായിട്ട് തീരെ ശ്രമിക്കാതെ മറ്റൊരു രീതിയിലുള്ള ഒരു ഒരു ക്ലാസ് അവിടെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് വിലപ്പോകുമെന്ന് തോന്നുന്നില്ല.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ പാർലമെന്റിൽ പിന്നെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു, നല്ല കാര്യം. ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്നു, നല്ല കാര്യം. അദ്ദേഹത്തിന് സംസാരിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നു, നല്ല കാര്യം. മണിപ്പൂർ പോലെയുള്ള നീറ്റ് പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ബേസിക് റിസർച്ച് ചെയ്യുക, ഒരു മതവിഭാഗത്തിനെയും ആക്രമിക്കാതെ ഇരിക്കുക, തെറ്റായ കാര്യങ്ങൾ പറയാതെ ഇരിക്കുക, സ്വയം അപഹാസ്യവനായി മാറാതെ ഇരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറുപടി പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ മറുപടി പറയാനുള്ള സെഷൻ അല്ലാതെ പറയേണ്ടുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയാണ് ജേതാവ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നന്ന്, പ്രശ്നമില്ല. പക്ഷെ അത് 243 സീറ്റ് കിട്ടിയിരിക്കുന്ന BJP-യേക്കാൾ വലുതാണ് 99 സീറ്റ് കിട്ടിയിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന മനോനിലയാണ്. അടുത്ത 5 വർഷവും പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന പാർട്ടിയാണ്, കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകണം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള ലാക്ക് ഓഫ് പ്രിപ്പറേഷനുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇപ്പൊ MSPയെ പറ്റിയോ അഗ്നിവീർ സ്കീമിനെ പറ്റിയോ ഇത് പറയേണ്ടതില്ല. ഇപ്പൊ ഞാൻ തന്നെ അല്പം മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് മറ്റൊരു ചർച്ചയിൽ ഒരു കോൺഗ്രസ് പ്രതിനിധിയുമായി ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു വിമർശനം കൂടി ഉന്നയിച്ചു. വളരെ കൗതുകരമായതുകൊണ്ട് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. അത് അഗ്നിവീർ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അഗ്നിവീർ സ്കീം തുടങ്ങുന്നത് 2022-ലാണ്. ഇത് 2024 വർഷം. എത്ര അഗ്നിവീറുകൾക്ക് ഇതിനോടകം തന്നെ പെൻഷൻ കിട്ടിപ്പോയിട്ടുണ്ട്? അപ്പൊ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പറയുക, അതിനെ വീണ്ടും ന്യായീകരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് കോൺഗ്രസ് മാറണം. തെറ്റാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് അബദ്ധമാണെങ്കിൽ അബദ്ധമാണ് എന്ന് ഓണപ്പിക്കുകയും ശരിയായ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് മാറ്റുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യം സുശക്തമായി തുടരണമെങ്കിൽ അതിശക്തമായിട്ടുള്ള ഭരണപക്ഷത്തിനെ വിറപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകണം എന്ന് വ്യക്തിപരമായി താല്പര്യമുള്ള ഒരു ജനാധിപത്യ വിശ്വാസിയായ കൂടിയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിന് കുറച്ചുകൂടി പ്രിപ്പറേഷൻസും ഹോംവർക്ക് ചെയ്യുകയും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, KVR ശ്രീജിത്ത് പറഞ്ഞതുപോലെ വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ രാഹുൽ ലോക്സഭയിലേക്ക് വന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നിപ്രസംഗം അത് ഗംഭീരമാക്കാനുള്ള ശ്രമമൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവസാനം കലം കൊണ്ട് ഉടച്ചു. അങ്ങനെയല്ലേ വന്നത് അല്ലേ? ആ കാര്യത്തിൽ അങ്ങയുടെ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ലഭിച്ച ഒരവസരം. അതെ, ആ അവസരത്തിൽ കഴിഞ്ഞ 17ാം ലോകസഭയിലെ കോൺഗ്രസ് നേതാവായിരുന്ന അതിരഞ്ജൻ ചൗധരിയുടെ നിലവാരം മതി എനിക്ക് എന്ന് രാഹുൽ തീരുമാനിച്ചെങ്കിൽ ആർക്കാണ് എതിര് പറയാൻ കഴിയുക? ഞാൻ കേട്ടതുകൊണ്ട് പറയുകയാണ്. ആ മനീഷ് തിവാരിയുടെ പ്രസംഗം കോൺഗ്രസ്സുകാരനാണ്. വസന്ത്, ഞാൻ വേറെ ആരെയല്ല കോട്ട് ചെയ്യുന്നു. കോൺഗ്രസ്സുകാരനായ മനീഷ് തിവാരിയുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലും സഭാ റെക്കോർഡുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സുഷമാ സ്വരാജിൻ്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും ജ്യോതിർമയി വാസുവിൻ്റെയും ലാൽകൃഷ്ണ അഡ്വാനിയുടെയും അടൽ ബിഹാരി വാജ്പേയിയുടെയും ഒക്കെ പ്രതിപക്ഷത്തിരുന്ന കാലത്തെ പ്രസംഗം ഒന്ന് കേട്ട് അവരുടെ പെരുമാറ്റ രീതി പഠിച്ചിരുന്നുവെങ്കിൽ അതാണ് രാഹുലിനെയും അടുത്ത കാലത്ത് ചെയ്യേണ്ടത്. പ്രതിപക്ഷം എങ്ങനെയാണ് പെരുമാറേണ്ടത് പഠിക്കും. ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. സംസാര ഭാഷ മാറ്റിവെക്ക്. ആ ശരീരഭാഷ എത്ര അരോചകമായിരുന്നു. ജനാധിപത്യ ലോകത്തോടും ഭാരതത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇന്നലെ ആ ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് അവിടെ വന്ന് രാഹുൽ ഗാന്ധി കാണിച്ച ആ ശരീരഭാഷയുടെ വൈകൃതം. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. അത് സുജിത്ത് പറഞ്ഞതുപോലെ ഇനി ഇത് അഭയമുദ്രയാണെന്ന് രാഹുൽ പറഞ്ഞ അങ്ങോട്ട് അംഗീകരിക്കാമെന്ന് വിചാരിച്ചോളൂ. അതിന് ഇന്നലെ ഇവർ പറഞ്ഞു, അതൊരു രാജസ്ഥാനിലെ ഒരു സുബി വിഭാഗത്തിൻ്റെ അതിൻ്റെ അധ്യക്ഷനായ ഒരു സുഫി സന്യാസി അദ്ദേഹം പറഞ്ഞു ഇന്നലെ, ഇസ്ലാമിന് അങ്ങനെ ഒരു സങ്കല്പമില്ല. ശ്രീജി കൃത്യമായി പറഞ്ഞു, അഭയമുദ്രയുമായി ഇതിന് ഈ ഒരു സമുദായത്തിനും, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാമിനാണെങ്കിലും ഒന്നും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഫോർ ആർഗ്യുമെന്റ് സേക്ക് രാഹുലിനൊന്ന് കൺസീഡ് ചെയ്യാം. ഇത് അഭയമുദ്രയാണെന്ന് വിചാരിച്ചു. ഇത് മതങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നമാണെന്ന് രാഹുൽ പറഞ്ഞതിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ രാഹുൽ ആദ്യം ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ട് ഇതൊരു മതചിഹ്നമായതുകൊണ്ട്, മതവുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നമായതുകൊണ്ട് ഞങ്ങൾക്കിനിയും ഈ ചിഹ്നം വേണ്ട, വേറെ ചിഹ്നം വേണമെന്ന്
പറയുന്നതല്ലേ അതിൻ്റെ മര്യാദ. അതുമാത്രമല്ല, ഇനിയും ഇക്കാര്യത്തിനകത്ത് ശ്രീജിത്ത് സൂചിപ്പിച്ചു, സംവരണത്തിൻ്റെയും ഭരണഘടനയുടെയും പേരിൽ ഒരു വലിയ കള്ളം സൃഷ്ടിക്കാൻ ശ്രമിച്ചെടുത്ത് ഇന്ന് നരേന്ദ്രമോദി കൃത്യമായി മറുപടി കൊടുത്തു. ജവഹർലാൽ നെഹ്റു സംവരണത്തിന് എങ്ങനെയായിരുന്നു എതിര്? ഇന്ദിരാഗാന്ധി, അതായത് അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്ത്, ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ മാറ്റിവെച്ചത്, രാജീവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീണ്ട പ്രഭാഷണം ലോക്സഭയിൽ നടത്തിയത് 1989 സംവരണത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായി പറഞ്ഞു വന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അത് എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വരുന്നതിന് ഇടവരാത്ത തരത്തിൽ ഇടപെട്ട് പരാജയപ്പെടുത്തിയതെന്നും അതിനുശേഷം ലോകസഭയിലേക്ക് കയറാതിരിക്കുന്നതിന് പരാജയപ്പെടുത്തി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഈ പരാജയങ്ങളെയൊക്കെ ആഘോഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മോദിജി ഒന്നുകൂടി പറഞ്ഞു ബാബു ജഗജ്ജീവൻ റാമിനോട് ചെയ്ത കാര്യം. ജഗജ്ജീവൻ റാമിന് ലഭിക്കുമായിരുന്ന ആ ജനതാ പാർട്ടി ഗവൺമെൻറ്റിന് ശേഷം ചരൺ സിംഗും വന്നതിന് ശേഷം കിട്ടുമായിരുന്ന ഒരു അവസരത്തെ ഇല്ലാതാക്കിയപ്പം ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആ ഭരണാധികാരി 1971 യുദ്ധം ഭാരതത്തിന് വേണ്ടി വിജയിപ്പിച്ച പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഏക് ചമാർ ഇസ് കംവക് മുൽക്ക് മേ കഭി ഭി ഏക് ചമാർ ഭാരത് കി പ്രധാനമന്ത്രി നഹീ ബൻ സക്താ. ഈ നശിക്കപ്പെട്ട രാജ്യത്ത് ഒരിക്കലും ഒരു ചമാറിന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന് ഇന്ദിരയുടെ ആ വാക്കുകൾ, പ്രവൃത്തിയെ കോട്ട് ചെയ്തിട്ട് അന്ന് ബാബു ജഗജ്ജീവൻ റാം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു, ഭേദഗതി ചെയ്യാൻ സംവരണം ഇല്ലാതാക്കുന്നു എന്ന് കള്ളത്തരം പറഞ്ഞു. 1,00,000 രൂപ വീതം, 8,500 വീതം ഘടാഘട്ട് ഓരോ വീട്ടിലേക്ക് എത്തുന്ന കള്ളം പറഞ്ഞു. ഈ കള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയമുണ്ടാക്കിയെങ്കിലും, നേരിയ വിജയമുണ്ടാക്കിയെങ്കിലും ഭാരതത്തിലെ ജനത രാഹുൽ ഗാന്ധിയോട് എന്താണ് പറഞ്ഞതെന്ന്, എന്ത് സൂചനയാണ് കൊടുത്തതെന്ന് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു. ഏ കാം തുംസെ നഹി ഹോ സക്താ ഹൈ, ഈ പണിയും നിങ്ങളെ കൊണ്ട് പറ്റില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പോലും ശ്രദ്ധേയമായ ഒരു സംഭാവന ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പം മുഖം കുനിച്ച് ഇന്നലെ കാണിച്ച ആ ചാവല്യത്തോടുകൂടി, ബാലചാവല്യം എന്ന് മാത്രം ഞാൻ പറയുന്നു, അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല, തല കുനിച്ചിരിക്കുകയാണ്. അത് കേട്ടും അഖിലേഷ് യാദവും മറ്റും ചിരിക്കുകയായിരുന്നു. കൂടെ ഒന്നുകൂടി ഓർക്കണം, ഇവിടെ കൃത്യമായിട്ടും ഈ അവസരം ലഭിച്ചപ്പം നമ്മൾ വ്യക്തമായ ഓർമ്മയുണ്ടാവേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാക്കന്മാർ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ്. നിങ്ങൾ ഈ കൈപ്പത്തി അഭയമുദ്രയാണെന്ന് പറയുമ്പം അടൽ ബിഹാരി വാജ്പേയി ഒരു കാലത്ത് പറഞ്ഞു, ഇത് രക്തം പുരണ്ട കൈകളാണെന്ന് പറഞ്ഞു. അന്ന് ഇന്ദിര മറുപടി പറഞ്ഞില്ല, ഇല്ല ഇത് അഭയമുദ്രയാണെന്ന് ഇന്ദിര പറഞ്ഞില്ല. ഇന്ദിരയ്ക്ക് അറിയാമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള, മഹാത്മാഗാന്ധിയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ, LN മിശ്രയുടെ രക്തത്തിൻ്റെ അടയാളമുള്ള ആ കൈപ്പത്തിക്ക് ഒരിക്കലും അഭയമുദ്രയാകാൻ കഴിയില്ല എന്ന്. അവസാനം ഒരു കാര്യം ചോദിക്കാം. ഇന്നലെ വിഷമം തോന്നിയൊരു കാര്യമുണ്ടായി. അത് മഹുവ മൈത്രയുടെ പ്രസംഗത്തിനിടയ്ക്കാണ്. രാഹുൽ എഴുന്നേറ്റ് പോവുകയാണ്. ഒരു സാമാന്യ രാഹുൽ ബൈഠോ, രാഹുൽ ഇരിക്കുക ആവശ്യപ്പെടുന്നു. ആ മഹുവ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 കൊല്ലം കൂടി എനിക്ക് എന്തെല്ലാം നഷ്ടമായി, എൻ്റെ അംഗത്വം പോയി, പല നഷ്ടങ്ങളിലും കൂടി എൻ്റെ ഗർഭപാത്രം വരെ പോയി, എനിക്കിപ്പോൾ പേടിയില്ലെന്ന്. എന്താണ് ഗർഭപാത്രം പോയതിന് ശേഷം പേടിയില്ലാതായതെന്ന് എനിക്കറിയില്ല. എങ്കിലും രാഹുലിനോട് പറഞ്ഞു, ഒന്ന് ഇരുന്നിട്ട് പോകൂ, ജാത്തെ ജാത്തെ ഏ ബതായേ ഹം ബൈഠേങ്കെ കിസ്കേ ലിയേ എന്ന് ഹിന്ദിയിൽ പാട്ടുള്ളതുപോലെ
ഞാനിനി ആർക്ക് വേണ്ടിയാണ് പ്രഭാഷണം ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് പോലും മനസ്സിൽ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ രാഹുലിന് യെസ് നരേന്ദ്രമോദിയെ മറക്കൂ. പ്രതിപക്ഷത്ത് കൂടെ നിൽക്കുന്നവരെ ബഹുമാനിക്കുവാനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ചർച്ച, ഈ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച 21 മണിക്കൂറിൽ നിന്ന് 3-2 വെട്ടിക്കുറച്ച് മണിപ്പൂരിൻ്റെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന സമയം ഇല്ലാതാക്കിയ ആ രാഹുലിൻ്റെ ഫ്ലോർ മാനേജ്മെൻറ്റ്, ലോകസഭയിലെ ഫ്ലോർ മാനേജ്മെൻറ്റിൻ്റെ കഴിവാണ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ ഈ റോളിലെങ്കിലും വരുന്ന 5 കൊല്ലങ്ങൾ ഇരുത്തിയില്ലെങ്കിൽ ഇന്നൊരു കാര്യം ഓം പ്രകാശ് ബിർള പറഞ്ഞു, സ്പീക്കർ, നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റാണ്. നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് 1.5 മണിക്കൂർ തന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമ്പം മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്തിയ അഹങ്കാരത്തിൻ്റെ പെരുമാറ്റ രീതി അനുവദിക്കാൻ പാടില്ല. അടുത്ത 5 കൊല്ലവും ഇങ്ങനെ കഴിയാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അവരുടെ വ്യക്തമായ സന്ദേശം ലോകസഭയുടെ അധ്യക്ഷനും ലോകസഭയുടെ നേതാവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ച് മനസ്സിലാക്കി സ്വയം തിരുത്താൻ, ഇമ്പ്രൂവ് ചെയ്യാൻ, നന്നായി പെരുമാറാൻ, നന്നായി സംസാരിക്കാൻ, ജനങ്ങളുടെ വിഷയങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഒരു BJP-ക്കാരൻ പോലുമല്ല, ജ്യോതിർമയി ബാസുവിനെ, CPM-ന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ ജ്യോതിർമയി ബാസുവിൻ്റെ രീതിയെങ്കിലും പിന്തുടരുവാൻ തയ്യാറാവുകയാണെങ്കിൽ രാഹുലിനൊരു ഭാവിയുണ്ട്, ജനാധിപത്യത്തിന് ഒരു പ്രതീക്ഷയുമുണ്ട്. യെസ്, അഡ്വക്കേറ്റ് വസന്ത, രാഹുൽ ശൈലി മാറ്റേണ്ടതല്ലേ? തുടക്കത്തിൽ തന്നെ പാളി, തിരുത്തുമൈനി. ഇപ്പോഴും KC വേണുഗോപാലാണോ ഉപദേശകൻ? അല്ല, ശ്രീ രാജശേഖരൻ ഏതോ രാജഭരണകാലത്താണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയാണ്. എന്താണ് ബനിയനൊരു പ്രശ്നം? ബനിയനും പാന്റിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ ഒരു സുപ്രീം കോടതിയിൽ അങ്ങനെ പോകാവോ? സുപ്രീം കോടതിയിൽ അങ്ങനെ പോകാവോ? പാർലമെന്റ് എന്ന് മോശമാ? കോടതിയിൽ അങ്ങനെ പോകാവോ? അങ്ങ് വക്കീലല്ലേ? നാളെ ടീഷർട്ട് ഒന്ന് കോടതി പോയി നോക്കിക്കേ. അല്ലല്ല, കേൾക്കൂ കേൾക്കൂ. അത് തന്നെ, ഓരോരുത്തർക്കും അതിനൊരു മര്യാദയുണ്ട്. ശ്രീ രാജശേഖരൻ, ഇന്ത്യൻ കോടതികളിൽ വളരെ കൃത്യമായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതാണ് മര്യാദയുടെ വേഷം. ആ വേഷം പാർലമെന്റിലും വേണമെന്നാണ് ഞാൻ പറഞ്ഞോളൂ. പാർലമെന്റിൽ അതുണ്ടോ? അല്ല, അതേ ഉത്തരം പറയട്ടെ, പാർലമെന്റിൽ അതുണ്ടോ? അതിരിക്കട്ടെ, രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുമ്പോൾ അഡ്വക്കേറ്റ് വസന്ത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോവുകയാണെങ്കിൽ ഇതുപോലെ ക്യാഷ് എടുത്തിട്ട് പോകുമോ? അങ്ങനെ ഒരു ഡ്രസ് രാഹുൽ ഗാന്ധിയെ കാണാൻ പോയിടുവോ? സോണിയാഗാന്ധിയെ കാണാൻ പോയിടുവോ? പാർലമെന്റ് ഒരു മാന്യത വേണം. പാർലമെന്റിൽ ഉണ്ടോ? അത് തന്നെ എന്തെല്ലാം ഗോഷ്ഠി അവിടെ നിന്ന് കാണിച്ചത്. ഗുണ്ടകളുടെ ശൈലി, തെരുവ് ഗുണ്ടകളുടെ ശൈലി, കൈ ചുരുട്ടി കാണിക്കുക, വസന്ത് പറയാം, പെട്ടെന്ന് സമയമില്ല, മസിൽ പവർ കാണിക്കുക, ഇതൊക്കെയാണോ ഒരു പ്രതിപക്ഷ? ഒരു മിനിറ്റ്. അദ്ദേഹം ഇങ്ങനെ ശ്രീ നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞ വാക്ക് ഇദ്ദേഹത്തിനാണ് ചെയ്യുന്നത്. വളരെ ബാലിശ്യമായ ആരോപണങ്ങളാണ് അത് ഉന്നയിക്കുന്നത്. ഡ്രസ് കോഡ് ശരിയല്ല. നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ, ഞാനല്ല പറഞ്ഞു. ഇടത്തേക്ക് പോയി ഭരണകാലമല്ല, സ്വാഭാവികമായും ഇന്ത്യൻ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നതിന്റെ ഭാഗമായി ഡ്രസ് കോഡിലൊക്കെ 55 വയസ്സ് കഴിഞ്ഞ യുവാവ് അങ്ങ് ബുദ്ധിമുട്ടണ്ട. അല്ലെങ്കിൽ മാറിക്കൊടുക്കേണ്ട വരുമ്പോ RSS പറയുന്നത് വെയിറ്റ് ചെയ്യാം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞെന്താണ്? രണ്ടാമതായി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത വെച്ച് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ല. പക്ഷെ ശ്രീജിത്ത് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടി പറഞ്ഞില്ലെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപം ചെയ്യാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ നടപ്പു രീതികളെയും തച്ച് തകർത്തുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ വളരെ അപമാനകരമായ രീതിയിൽ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടി. എന്നാൽ ചോദിച്ച മണിപ്പൂരിനെ പറ്റി, ചോദിച്ച അഗ്നിവീറിനെ പറ്റി, ചോദിച്ച മറ്റുള്ള പല അടക്കം ഉത്തരം പറയാൻ ശ്രീജിത്ത് കൈപൊക്കിയിട്ടുണ്ട്. മറുപടിയുണ്ട്. ഒറ്റ ചോദ്യം. ഇപ്പൊ താങ്കള് ഡ്രസ് കോഡിനെ പറ്റി പിന്നെ നമ്മുടെ ചർച്ചയിലൊപ്പമുള്ള ആളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഡ്രസ് കോഡ് അവിടെ നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്ന്.
ഒരു സെഷൻ രാഷ്ട്രപതി ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഷന് മറുപടി പറയേണ്ടുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ കൊടുക്കണമെന്ന് ചട്ടത്തിലുണ്ടോ? ഇല്ല ഇല്ല ഞാൻ അതെ പിന്നെ അത് പറയുന്നതിന് എന്താ കാര്യം? അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ തന്നെയാണ് മുമ്പ് വസ്ത്രധാരണത്തിനെ പറ്റി പറഞ്ഞത്. പെർസ്പെക്റ്റീവ് ആണ്. താങ്കൾക്ക് ഇത് പറയാമെങ്കിൽ മറ്റൊരാൾക്ക് അതും പറയാം. ശ്രീജിത്ത്, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റെല്ലാത്തിനും സമയം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഇതിൽ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ? രാഹുൽ ഗാന്ധി ഏതൊക്കെ വിഷയം ഉന്നയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്വാതന്ത്ര്യമായിരിക്കുന്നത് പോലെ തന്റെ മറുപടി പ്രസംഗം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാം. അതും ചട്ടം അങ്ങനെയാണല്ലോ. ഇഷ്ടമുള്ളത് പറയാലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ശ്രീ വസന്ത് എന്താ കേട്ടത്? ഞാൻ പറഞ്ഞത് എന്താണ്? നീറ്റ്, നെറ്റ്, ചോദ്യ പേപ്പർ ലീക്കേജ്, മണിപ്പൂർ വിഷയം, ഇതൊക്കെ തന്നെ ഗൗരവമായ വിഷയമാണ്. അത് ഈ രാഹുൽ ഗാന്ധി ആദ്യത്തെ പ്രസംഗത്തിൽ പറയുമ്പോൾ ആ കന്നി പ്രസംഗത്തിന്റെ മറുപടിയിൽ അതൊന്നും അഡ്രസ് ചെയ്യണമെന്നില്ല. അതിന് സെഷനുണ്ട്, കോൺഗ്രസ് അവിടെ ഉണ്ടല്ലോ, അത് വരട്ടെ, അത് ചർച്ച ചെയ്യട്ടെ, അത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ആദ്യത്തെ ചടങ്ങിൽ മറുപടി പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യേണ്ടതല്ലാത്ത പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്, അല്പം മുമ്പ് താങ്കളോട് ചോദിച്ചിരുന്ന വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളിന്റെ ഒബ്സർവേഷൻ പോലെ മാത്രമേ ഉള്ളൂ. ഇത് താങ്കളുടെ അഭിപ്രായം, അത്രേ ഉള്ളൂ. മറ്റേത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രണ്ട് പെർസ്പെക്ടീവ്സ്, അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലാക്ക് ഓഫ് പ്രിപ്പയർനെസ്സും അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞിരുന്ന വസ്തുതാപരമായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള പല ആരോപണങ്ങളുണ്ട്. ഇപ്പൊ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ചർച്ച ചെയ്യണം. നീറ്റ് ചോദ്യ പേപ്പർ ലീക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യണം. നേരെ മറിച്ച് MSP ചർച്ച ചെയ്യേണ്ടതാണോ? ഫാക്ച്വൽ എററാണ്. അഗ്നിവീർ ചർച്ച ചെയ്യേണ്ടതാണോ? ഫാക്ച്വൽ എററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രിപ്പയർനെസ് അല്ല, കറക്റ്റ് പ്രിപ്പയർനെസ് ആണ്. അത് ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് വിമർശനമായിട്ട് കോൺഗ്രസിന് താങ്കൾക്ക് എന്തുകൊണ്ട് കരുതാൻ കഴിയുന്നില്ല? നോ ശ്രീജിത്ത് പണിക്കർ, ഞാൻ പറഞ്ഞത് എന്താണ്? അതെ, ഞാൻ രാജശേഖരനോട് പറഞ്ഞത് ഡ്രസ് കോഡ് അവിടെ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങ് ചോദിച്ച ഞാൻ അങ്ങേ തിരുത്തുകയല്ലല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം, ഈ സെഷനിൽ തന്നെ പറയണമെന്ന് ചട്ടത്തിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ചട്ടമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കടന്നാക്രമിക്കാൻ, പ്രതിപക്ഷ നേതാവിനെ വ്യക്തി അധിക്ഷേപം നടത്താൻ അദ്ദേഹത്തിന് സമയമുണ്ടായപ്പോഴും RSS ചീഫ് ലോക്സഭയ്ക്ക് വെളിയിൽ പറഞ്ഞ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയ്ക്ക് ഉള്ളിൽ ആരോപിച്ച വിഷയത്തെ പറ്റി ഒന്ന് പ്രതികരിക്കാൻ പോലും അദ്ദേഹം സമയം കണ്ടെത്തിയില്ല എന്നത് രാഷ്ട്രീയപരമായ ഒളിച്ചോട്ടമാണ്, പൊളിറ്റിക്കൽ സ്കിപ്പിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. അതാണ് പ്രശ്നം. അല്ല, അത് ആ ചോദ്യത്തിന്റെ മറുപടി സെഷൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയുകയായിരുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ ആ പ്രസംഗത്തിനൊരു പേരുണ്ട് അല്ലെ, പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യുന്ന അതിന് മറുപടി പ്രസംഗം എന്നാണ്. അത് ആർക്കുള്ള മറുപടിയാണ് ശ്രീ വസന്ത്? ആർക്കുള്ള മറുപടി? പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയാണോ? ഞാൻ പറയട്ടെ, ഇപ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണോ പോയിന്റ് ബൈ പോയിന്റ് എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? അല്ല. ഇപ്പൊ കേരളത്തിൽ ഇവിടെ ശ്രീ VT സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതേപോലെ തന്നെ ഗവർണറുടെ ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ പറയാം. ആ ഓരോന്നിനും പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകണമെന്നില്ല. അദ്ദേഹത്തിന് ചിലത് എടുക്കാം, ചിലത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിഷ്കർഷയില്ല. അത് ആ ഡ്രസ് കോഡ് പോലെ തന്നെയാണ്. പൊളിറ്റിക്കൽ ധാർമ്മികതയാണ്. അങ്ങ് ടെക്നിക്കാലിറ്റിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ ധാർമ്മികതയല്ലേ അല്പം മുമ്പ് നമ്മളോടൊപ്പമുള്ള ആൾ പറഞ്ഞത്? അല്ലല്ല, ഒരു സെക്കൻഡ്, ഒരു സോഷ്യൽ ധാർമ്മികതയാണ്. അതായത് ഒരു ഡെക്കറം കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടീഷർട്ട് ഇടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ലേ? അപ്പൊ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിലേക്ക് പറയുന്നതിന് പകരം ചട്ടത്തിലുണ്ടോ എന്നാണ് വസന്ത് ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചട്ടത്തിലുണ്ടോ? ഞാൻ താങ്കളോട് ചോദിച്ചത് ചട്ടത്തിലുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചതാണ്, അല്ലാതെ താങ്കളെ വിമർശിക്കാനല്ല. പെട്ടെന്ന് വസന്തെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം, സമയമായി. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു വിട്ടുള്ളൂ ശ്രീജിത്ത് പണിക്കർ. ഞാൻ പറഞ്ഞത് വിമർശിക്കാൻ, അധിക്ഷേപിക്കാൻ സമയം കണ്ടെത്തിയ പ്രധാനമന്ത്രി RSS ചീഫ് അടക്കം ഉന്നയിച്ച പല വിഷയങ്ങളും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ ഒരു വാക്കിൽ മറുപടി പറയാതെ പോയത് പൊളിറ്റിക്കൽ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറയുന്നത് ടെക്നിക്കാലിറ്റിയാണ്, അത് ശരിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ ധാർമ്മികത ഈ വിഷയത്തിൽ നരേന്ദ്രമോദി കീപ്പപ്പ് ചെയ്തില്ല എന്നതിൽ സംശയമാണ്. ശ്രീജ, ഒറ്റ ചോദ്യം, ഈ ശൈലിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ലോക്സഭയിൽ സംഭവിക്കാൻ പോകുന്നത്?
അല്ല, വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ അതിൽ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അധിക സമയം സംസാരിക്കാനും പല വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള അവസരം അവിടെയുണ്ട്. അത് കോൺഗ്രസ് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം. മിസ്ഡയറക്ട് ചെയ്തു പോകാൻ പാടില്ല. നമ്മളൊരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ല ഭരണപക്ഷവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും ഉണ്ടാകണം. പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോംവർക്ക് ഇല്ലായ്മയുടെ പേരിൽ പറയുന്ന അബദ്ധങ്ങൾ, അത് അങ്ങനെയല്ല എന്ന് വിവിധ വകുപ്പിലെ മന്ത്രിമാരെ കൊണ്ട് അദ്ദേഹത്തെ തിരുത്താനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിനുള്ള ഇടമല്ല പാർലമെന്റ് എന്നും, അത് അദ്ദേഹം പാർലമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെ ഒരു മുറി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ സമയം മെനക്കെടുത്താതെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെഷൻ നമുക്കുണ്ടാകും. ക്രിയാത്മകമായ ചർച്ചകൾ മാത്രമുണ്ടാകും. അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു സ്കീം കൊടുത്തില്ല എന്ന് പറയുന്ന സമയത്ത് രാജ്നാഥ് സിംഗിന്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും അമിത്ഷായുടെയും ഒക്കെ സമയം മെനക്കെടുത്തിട്ട് അതിന് മറുപടി പറയുകയും പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് രാഷ്ട്രീയം മാത്രം കളിക്കാനുള്ള ഇടമല്ല. നിയമനിർമ്മാണ സഭയാണ്, കൃത്യമായ കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായി പോയതുകൊണ്ടല്ലേ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നത്. ആ സമയമാണ് നഷ്ടപ്പെടുന്നത്. ആ സമയം ആരുടേതാണ്? ഇന്ത്യക്കാരുടേതാണ്. അതെ, തീർച്ചയായും. യെസ്, അതുകൊണ്ട് തന്നെ രാഹുൽ വേണ്ടത്ര ഗൃഹപാഠം നടത്തണം. രാഹുലിൻ്റെ ശൈലി തിരുത്തും എന്ന് തന്നെ പ്രത്യാശിക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും